നമസ്കാരം. ഞാൻ റോസ്മേരി ആൻ്റണി, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്. ഒരുപാട് തെറ്റിദ്ധാരണകളും എന്നാൽ നമ്മൾ മനസ്സിലാക്കിയോ മനസ്സിലാക്കാതെയോ ഈ ഒരു ഡിസോർഡറിൻ്റെ പേര് പറഞ്ഞ് പലപ്പോഴും പലവരെയും കളിയാക്കാറുണ്ട്. അത്തരത്തിലുള്ള ഒരു ഡിസോർഡറിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ, OCD. നമുക്ക് ഇതിൻ്റെ ഒരു ഒഫീഷ്യൽ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. OCD is a long-lasting disorder in which a person experiences uncontrollable and recurring thoughts അല്ലെങ്കിൽ obsessions engaging in repetitive behaviors or compulsions. അതായത് തുടർച്ചയായി ഉണ്ടാകുന്ന അനിയന്ത്രിതമായിട്ടുള്ള ചിന്തകളും അവ മൂലം വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചെയ്യുന്ന പ്രവൃത്തികളാണ് OCD എന്ന രോഗാവസ്ഥയുടെ പ്രത്യേകത. ആവർത്തിച്ച് വരുന്ന ചിന്തകളെ ഒബ്സഷൻ എന്നും ആവർത്തിച്ച് ചെയ്യുന്ന പ്രവൃത്തികളെ കമ്പൽഷനും എന്നാണ് പറയുക. സാമൂഹ്യ ജീവിയായ മനുഷ്യന് സമയവും സാഹചര്യവും അനുസരിച്ച് അവൻ്റെ ചിന്തകളെയും പ്രവൃത്തികളെയും സ്വയം നിയന്ത്രിക്കാനായിട്ട് കഴിയും. എന്നാൽ സ്വന്തം ചിന്തകളെയും പ്രവൃത്തികളെയും ഒരു വ്യക്തിക്ക് അതിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയും ചിന്തകൾ അനാവശ്യമായിട്ട് ഉള്ളതാണ് എന്ന് മനസ്സിലാക്കിയാലും അവയെ കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്തതുമായിട്ട് വരുന്ന ഒരു അവസ്ഥയാണ് OCD ഉള്ളവർ അനുഭവിക്കുന്നത്. ചില സന്ദർഭങ്ങളിൽ ചിന്തകളെ പോലെ തന്നെ ചില ചിത്രങ്ങളും കാഴ്ചകളും അല്ലെങ്കിൽ ഇമ്പൾസസ് അല്ലെങ്കിൽ ചില തോട്ട്സുകളും വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ചില തോട്ട്സുകളും മനസ്സിലേക്ക് തള്ളിക്കയറി വരുന്ന ഒരവസ്ഥ. ഇതുമൂലം ആൻസൈറ്റിയും പലതരത്തിലുള്ള മാനസിക പ്രയാസങ്ങളും ഈ ഒരു അവസ്ഥ OCD ഉള്ളവർ അനുഭവിക്കുന്നവരായിട്ട് കാണുന്നുണ്ട്. അനിയന്ത്രിതമായി ഉണ്ടാകുന്ന തോട്ട്സും അല്ലെങ്കിൽ റിപ്പീറ്റേറ്റീവായിട്ടുണ്ടാവുന്ന ഈ തോട്ട്സ് അല്ലെങ്കിൽ ഒബ്സഷൻസിനെ നിയന്ത്രിക്കാനും അതുമൂലമുള്ള മാനസിക ബുദ്ധിമുട്ടുകളെ കുറയ്ക്കുവാനുമായിട്ട് OCD ഉള്ളവർ അല്ലെങ്കിൽ OCD ബാധിതർ ചില പ്രവൃത്തികൾ ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഇവയാണ് ഒരു കമ്പൽഷൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ഉദാഹരണമായിട്ട് വീണ്ടും വീണ്ടും കൈ കഴുകുക, അല്ലെങ്കിൽ ഒരു മനസ്സിൽ എണ്ണുക, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ ചില വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതെല്ലാം ഇതിന് ഉദാഹരണമാണ്. അപ്പോൾ ഒബ്സഷൻ മൂലമുള്ള ആൻസൈറ്റി കുറയ്ക്കുവാൻ കമ്പൽഷൻസ് സഹായിക്കും എന്നാണ് ഒരു ധാരണ അവരുടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്, അതൊരു കോപ്പിംഗ് മെക്കാനിസം ആയിട്ടാണ് പലപ്പോഴും ഇതവർ ചെയ്യുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രവൃത്തികൾ കണ്ടിന്യൂ ചെയ്യാൻ ഈ OCD ഉള്ളവരല്ല, OCD ബാധിതർ ശ്രമിക്കുകയും അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഡിസ്റ്റർബൻസ് അനുഭവപ്പെടുകയും ചെയ്യും. അപ്പോൾ ക്രമേണ ഇത്തരം പ്രവൃത്തികൾ കൂടി വരികയും ഒരുപാട് സമയം അതിന് ചെലവഴിക്കുകയും ചെയ്യേണ്ടി വരുന്നു. ഇങ്ങനെ ആവർത്തിച്ചുണ്ടാവുന്ന ഒബ്സഷൻസും അവയെ നിയന്ത്രിക്കാൻ ഉണ്ടാകുന്ന കമ്പൽഷൻസും OCD ഉള്ളവരുടെ ജീവിതത്തെ വലിയൊരു ബുദ്ധിമുട്ടിലാക്കുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാറുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ കാരണങ്ങൾ? ഇപ്പോൾ ജനറ്റിക്കൽ പ്രത്യേകതകൾ കൊണ്ടിട്ടാണ് ബ്രെയിൻ്റെ ചിന്തകളെയും പ്രവൃത്തികളെയും നിയന്ത്രിക്കാൻ സഹായിക്കുന്ന കോർട്ടിക്കോസ്ട്രിയാറ്റോ തലാമോ കോർട്ടിക്കൽ അല്ലെങ്കിൽ CSTC സർക്യൂട്ടിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളാണ് OCDക്ക് കാരണം എന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത്. മാത്രമല്ല തലച്ചോറിൻ്റെ മുൻഭാഗമായിട്ടുള്ള പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സിൻ്റെ പ്രവൃത്തികളുടെ നിയന്ത്രണത്തിന് സഹായിക്കുന്ന ബേസൽ ഗാംഗ്ലിയ തുടങ്ങിയ ഭാഗങ്ങളാണ് കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. കൂടാതെ നമുക്കുണ്ടാവുന്ന സെറട്ടോണിൻ, ഗ്ലൂട്ടാമേറ്റ് തുടങ്ങിയ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ അളവിലുള്ള വ്യത്യാസവും OCDക്ക് കാരണമാകാറുണ്ട്. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ട് അടുത്ത ബന്ധുക്കൾക്ക് ഈ ഒരു രോഗാവസ്ഥ ഉണ്ടെങ്കിൽ പാരമ്പര്യമായിട്ട് ജനറ്റിക്കലി OCD വരാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. ഇതുകൂടാതെ തെറ്റായിട്ടുള്ള ഒരു ചിന്താരീതികളും അല്ലെങ്കിൽ ഒരു എൻവിറോൺമെൻറ്റൽ ഒരു സാമൂഹ്യ സാഹചര്യങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേഴ്സണാലിറ്റി ഡിഫറൻസസോ അല്ലെങ്കിൽ വ്യക്തിത്വത്തിലെ പ്രത്യേകതകളോ അല്ലെങ്കിൽ വൈകല്യങ്ങളോ ഉള്ളവർക്ക് OCDക്കുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തെല്ലാം സിംറ്റംസ് ആണ് OCD ഉള്ളവർ കാണിക്കുന്നത്. ഒന്ന്, നേരത്തെ പറഞ്ഞതുപോലെ ഒബ്സഷൻസ്. ഉദാഹരണത്തിന് ഫിയർ ഓഫ് ജംപ്സ് ഓർ കണ്ടാമിനേഷൻസ്, അല്ലെങ്കിൽ പൊതുവെ അഴുക്ക് പറ്റുമോ എന്നുള്ളൊരു ചിന്ത, ഒരു ഫിയർ ഓഫ് ലൂസിങ് അല്ലെങ്കിൽ ഫോർഗെറ്റിംഗ് ഓർ മിസ്പ്ലേസിങ് സംതിങ്, എപ്പോഴും മറക്കുക, അല്ലെങ്കിൽ ഞാനിത് വെച്ചത് ശരിയാണോ, ഇവിടെ തന്നെയാണോ വെച്ചത്, നല്ല രീതിയിലാണോ വെച്ചത് എന്ന് കോൺസ്റ്റൻ്റ് ആയിട്ട് ചെക്ക് ചെയ്യുക. ഫിയർ ഓഫ് ലൂസിങ് കൺട്രോൾ, എൻ്റെ കൺട്രോൾ വിട്ടുപോവോ, അല്ലെങ്കിൽ ഇങ്ങനെയാണോ ഞാൻ എപ്പോഴും കോൺസ്റ്റൻ്റ്ലി ചെക്ക് ചെയ്യുക. അൺവാണ്ടഡ്, ഫോർബിഡൻ ഓർ ടാബു തോട്ട്സ് ഇൻവോൾവിങ് സെക്സ്, റിലീജിയൻ ഓർ എല്ലാം ഒരു അടുക്കും ചിട്ടയോടും ഇരിക്കണം എന്നുള്ളൊരു ചിന്ത, എല്ലാം പെർഫെക്റ്റ് ആണോ എന്നുള്ളത് നോക്കുക. ഇതൊക്കെയാണ് ഒരു ഒബ്സഷൻസിൽ വരുന്ന കാര്യങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം.
രണ്ട്, കമ്പൽഷൻസ്, എക്സസീവ് ക്ലീനിങ് അല്ലെങ്കിൽ ഹാൻഡ് വാഷിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു ഒബ്സഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഇതൊരു പ്രവൃത്തിയായിട്ട് മാറുകയാണ്. അത്തരം ചിന്തകൾ ഉള്ളത് കൊണ്ടിട്ട് തന്നെ ഇത് എപ്പോഴും പോയി കൈ കഴുകുക, അല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കുക, അറേഞ്ചിങ് ഐറ്റംസ് ഇൻ എ പെർട്ടിക്കുലർ ഒരു പ്രിസൈസ് വേ, റിപ്പീറ്റഡ്ലി ചെക്കിങ് തിങ്സ് വെദർ ദ ഡോർ ഈസ് ലോക്ക്ഡ്, ഉദാഹരണത്തിന്. അല്ലെങ്കിൽ ഞാൻ കുക്കർ നന്നായിട്ട് ക്ലോസ് ചെയ്തോ, അല്ലെങ്കിൽ വിസിൽ വന്നോ, ഡോർ ലോക്ക് ചെയ്തോ, ഇങ്ങനെയുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള ചെക്കിങ്, ഇതെല്ലാം ഒരു കമ്പൽഷൻ്റെ ഭാഗമാണ് എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ ആചാരങ്ങളും അല്ലെങ്കിൽ എല്ലാ ശീലങ്ങളും നമ്മുടെ ഒബ്സഷൻസോ അല്ലെങ്കിൽ കമ്പൽഷൻസോ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഹൗവർ പീപ്പിൾ വിത്ത് ഒ സി ഡി ഉള്ളവർക്ക് ഈ തരത്തിലുള്ള ആസക്തികളും നിർബന്ധങ്ങളും നിയന്ത്രിക്കാൻ കഴിയില്ല. ഇത് നമുക്ക് കൺട്രോൾ ചെയ്യേണ്ട കാര്യമാണ് എന്ന് മനസ്സിലാക്കിയാൽ പോലും അവർക്കിത് കൺട്രോൾ ചെയ്യാനായിട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും. ദേ സ്പെൻഡ് മോർ ദാൻ 1 hour എ ഡേ ഓൺ ദെയർ ഒബ്സഷൻസ് ഓർ കമ്പൽഷൻസ്. സമയം പോകുന്നുണ്ട് എന്ന് അവർ മനസ്സിലാക്കിയാൽ പോലും അവരിതിന് ഒരുപാട് സമയം ചെലവഴിക്കുന്നു എന്നുള്ളതാണ്. ഡോണ്ട് ഗെറ്റ് pleasure from their compulsions, but they may feel temporary relief from their anxiety. ആളുകൾ വിചാരിക്കുന്നത് അതവർ ചെയ്യുന്നത് കൊണ്ടിട്ട് അവർക്ക് എന്തോ ഒരു പ്ലഷർ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും ഇതൊരു നിർബന്ധങ്ങൾ അല്ലെങ്കിൽ ഒരു നിർബന്ധിതരായിട്ട് അവർ ചെയ്തു പോകുന്നതാണ്. അതൊരിക്കലും അവരുടെ ഉത്കണ്ഠയിൽ നിന്നോ അല്ലെങ്കിൽ ആൻസൈറ്റിയിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ട് താൽക്കാലിക ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം അവർ കണ്ടെത്തുന്ന ഒരു കോപ്പിംഗ് മെക്കാനിസം മാത്രമാണ്. അതൊരു പെർമനൻ്റ് ആയിട്ട് അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടല്ല അവരത് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ OCD ഉള്ളവർക്ക് ടിക് ഡിസോർഡേഴ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. 2 ടിക് ഡിസോർഡേഴ്സ് ആണുള്ളത്. ഒന്ന് മോട്ടോർ ടിക്സ് അല്ലെങ്കിൽ വോക്കൽ ടിക്സ്. ഈ മോട്ടോർ ടിക്സ് എന്ന് പറയുമ്പോൾ റിപ്പീറ്റേറ്റീവ് മൂവ്മെൻറ്റ്സ് ലൈക്ക് ഐ ബ്ലിങ്കിങ്, അല്ലെങ്കിൽ ഫേഷ്യൽ ഗ്രിമേസിങ്, അല്ലെങ്കിൽ ഷോൾഡർ ഷ്രഗിങ്, അല്ലെങ്കിൽ ഹെഡ് ജർക്കിങ്. അതായത് ഒരു കണ്ണ് ഇങ്ങനെ ചിമ്മൽ പോലെ കാണിക്കുക, അല്ലെങ്കിൽ എപ്പോഴും മുഖം ചുളിച്ച് കാണിക്കുക, അല്ലെങ്കിൽ തോള് ചുരുട്ടുക, അല്ലെങ്കിൽ തല കുലുക്കുക തുടങ്ങിയുള്ള ആവർത്തിച്ചിട്ടുള്ള ഈ ചലനങ്ങളെയാണ് മോട്ടോർ ടിക്സ് എന്ന് വേണമെങ്കിൽ പറയാം. അതല്ലെങ്കിൽ വോക്കൽ ടിക്സ് എന്ന് വേണമെങ്കിൽ റിപ്പീറ്റേറ്റീവ് സൗണ്ട്, മേ ബി ത്രോട്ട് ക്ലിയർ ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ സ്നിഫിങ്, അല്ലെങ്കിൽ ഏതെങ്കിലും തൊണ്ട വൃത്തിയാക്കുന്നത് പോലെ, അല്ലെങ്കിൽ എപ്പോഴും ഒരു മണം പിടിക്കുന്നത് പോലത്തെ ഉള്ള ഒരു കാണിക്കുക, അല്ലെങ്കിൽ ഒരു മുറിമുറുപ്പ് തുടങ്ങിയിട്ടുള്ള ഇത്തരം ആവർത്തിച്ചിട്ടുള്ള ശബ്ദങ്ങൾ, ഇതെല്ലാം OCD ഉള്ളവർ കാണിക്കുന്ന മോട്ടോർ ടിക്സുകളോ അല്ലെങ്കിൽ വോക്കൽ ടിക്സോ ആണ്. ഇനി OCD ആൻഡ് അതർ ഡിസോർഡേഴ്സ്. ചില ആളുകൾക്ക്, പീപ്പിൾ വിത്ത് OCD, അവർക്ക് പലപ്പോഴും മൂഡ് ഡിസോർഡേഴ്സോ അല്ലെങ്കിൽ ആൻസൈറ്റി ഡിസോർഡേഴ്സോ ഉള്ളവരായിട്ട് കണ്ടുവരാറുണ്ട്. ഇനി ഇതെപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുക, എപ്പോഴാണ് ഡയഗ്നോസ് ചെയ്യുക എന്നുള്ളതാണ്. OCDയുടെ ലക്ഷണങ്ങൾ സാധാരണയായിട്ട് ബാല്യകാലത്തിൻ്റെ അവസാനത്തിലും അല്ലെങ്കിൽ ഒരു യൗവനത്തിൻ്റെ ഇടയിലുമാണ് ആരംഭിക്കുന്നത്. ഇറ്റ് ഈസ് ബിറ്റ്വീൻ ലേറ്റ്ലി അഡൾട്ട്ഹുഡ് ആൻഡ് യങ് അഡൾട്ട്ഹുഡ് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ മോസ്റ്റ് പീപ്പിൾ ആർ ഡയഗ്നോസ്ഡ് ആസ് യങ് അഡൾട്ട്സ്. ഒരു മിക്കവാറും ഒരു യുവാക്കളായിട്ട് തന്നെയാണ് ഇതിൻ്റെ ഒരു രോഗനിർണയം നടത്തുന്നത്. ഇനി യഥാസമയം ലഭിക്കുന്ന ചികിത്സകളോടുകൂടെ ഇതിൻ്റെ ഒരു രോഗാവസ്ഥയെ നിയന്ത്രണ വിധേയമാക്കാനും ഈ OCD ഉള്ള അവസ്ഥയുള്ള വ്യക്തികൾക്ക് മെച്ചപ്പെട്ട രീതിയിൽ ജീവിതം മുൻപോട്ട് നയിക്കാനും സാധിക്കും. പക്ഷേ ഇതിൻ്റെ സ്വഭാവം അനുസരിച്ച് ഒന്നോ അതിലധികമോ ട്രീറ്റ്മെൻറ്റ് രീതികൾ OCD ഉള്ളവർക്ക് ആവശ്യമായിട്ട് വന്നേക്കാം. അതൊരു പക്ഷേ സൈക്കോതെറപ്പീസ് ആയിരിക്കാം, മെഡിക്കേഷൻസ് ആയിരിക്കാം, ബ്രെയിൻ സ്റ്റിമുലേഷൻസ് ട്രീറ്റ്മെൻറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ സർജറീസ് ആയിരിക്കാം. അപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്കുള്ള വിവിധ ചികിത്സാ രീതികളാണ്. അപ്പോൾ ഇത് എന്താണെന്ന് തിരിച്ചറിയുകയും നമ്മളൊരു സാധാരണ ഒരു ക്ലെൻലിനെസ് കാണുമ്പോൾ തന്നെ നമ്മൾ OCD എന്ന് പറഞ്ഞ് ചിത്രീകരിക്കാതെ അതെന്താണെന്ന് മനസ്സിലാക്കി ഒരു പ്രോപ്പർ സൈക്കാട്രിക് ഇവാലുവേഷനിലൂടെ കടന്നുപോയി അത് കണ്ടുപിടിച്ച് അതിനുള്ളൊരു പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ OCD ഉള്ള വ്യക്തികളെ നിങ്ങൾ തിരിച്ചറിയുകയാണെങ്കിൽ അവർക്ക് ഈ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാനും അവർക്ക് വേണ്ട തരത്തിലുള്ളൊരു ട്രീറ്റ്മെൻറ്റ് അഡ്വൈസ് ചെയ്യാനും സാധിക്കട്ടെ. നന്ദി, നമസ്കാരം.